നമസ്കാരം. രാജ്യത്ത് 60% ആഭ്യന്തര യാത്രക്കാരുമായി പറക്കുന്ന ഇൻഡിഗോ വിമാനങ്ങൾക്ക് കനത്ത തിരിച്ചടി. ജീവനക്കാരുടെ ക്ഷാമം രൂക്ഷമായതോടെ വിമാന സർവീസുകൾ താളം തെറ്റുകയും വൻതോതിൽ റദ്ദാക്കുകയും ചെയ്യുന്നു. സാധാരണയായി രാജ്യത്ത് കൃത്യനിഷ്ഠയ്ക്ക് പേരുകേട്ട ഇൻഡിഗോയുടെ ഓൺ ടൈം പെർഫോമൻസ് 35%-ആയി കൂപ്പുകുത്തി. പ്രതിദിനം 2200-ലധികം സർവീസുകൾ നടന്ന ഇൻഡിഗോയുടെ ചൊവ്വാഴ്ച കൃത്യസമയത്ത് പറന്നത് വെറും 35% വിമാനങ്ങൾ മാത്രമാണ്. ഇത് അലയൻസ് എയറിന്റെയും സ്പൈസ് ജെറ്റിന്റെയും സമയനിഷ്ഠയ്ക്കും താഴെയാണ്. ചില വിമാനങ്ങൾ 7 മുതൽ 8 മണിക്കൂർ വരെ വൈകുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ബുധനാഴ്ച ഉച്ചവരെ മാത്രം ഡൽഹി, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു ഉൾപ്പെടെയുള്ള പ്രധാന വിമാനത്താവളങ്ങളിൽ ഏകദേശം 200 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. വിമാനത്താവളങ്ങളിലെ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇൻഡിഗോയുടെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം കഴിഞ്ഞ മാസം നിലവിൽ വന്ന പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി സമയപരിധി നിയമങ്ങളാണ്. ജീവനക്കാർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിശ്രമവും ജോലി സമയവും ഉറപ്പാക്കുന്ന പുതിയ മാനദണ്ഡങ്ങൾ നിലവിൽ വന്നതോടെ നിലവിലുള്ള പൈലറ്റ്മാരെ വെച്ച് ഷെഡ്യൂൾ ക്രമീകരിക്കാൻ എയർലൈന് കഴിയുന്നില്ല. ചില വിമാനങ്ങളിൽ ക്യാബിൻ ക്രൂ ഇല്ലാത്തതിനാൽ റദ്ദാക്കേണ്ടി വന്നു. വിവിധ ബേസുകളിലേക്ക് ജീവനക്കാരെ അയച്ച് സർവീസ് നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ക്ഷാമം കൈവിട്ടു പോയിരിക്കുകയാണ്. കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ പേരുകേട്ട ഇൻഡിഗോ 35%-ലേക്ക് വീണത് വിശ്വസിക്കാനാവുന്നില്ലെന്ന് വിമാനത്താവള വൃത്തങ്ങൾ പറയുന്നു. പുതിയ നിയമപരമായ വെല്ലുവിളികൾക്കൊപ്പം ശൈത്യകാലത്തെ തിരക്കും മറ്റ് സാങ്കേതിക തകരാറുകളും ഇൻഡിഗോയ്ക്ക് അധിക ബാധ്യതയായി. യാത്രക്കാരുടെ ബോർഡിംഗ് പ്രോസസ്സിംഗിലെ കാലതാമസത്തിന് സാങ്കേതിക പ്രശ്നങ്ങളും കാരണമായെന്ന് ഇൻഡിഗോ വക്താവ് സമ്മതിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ ബാഗേജ് മെസ്സേജിംഗ് സംവിധാനം തകരാറിലായത് ടെർമിനൽ 1-ലും 3-ലും വൻ ആശയക്കുഴപ്പത്തിനും വഴിവെച്ചു. സാങ്കേതിക പ്രശ്നങ്ങൾ, എയർപോർട്ട് കൺജക്ഷൻ, പ്രവർത്തനപരമായ ആവശ്യകതകൾ എന്നിവയുൾപ്പെടെയുള്ള വിവിധ കാരണങ്ങളാലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിമാനങ്ങൾ വൈകുന്നതും റദ്ദാക്കുന്നതെന്നും ഇൻഡിഗോ വക്താവ് വ്യക്തമാക്കി. പ്രതിദിനം 5 ലക്ഷത്തിലധികം യാത്രക്കാർ ആഭ്യന്തര സർവീസുകൾക്ക് ആശ്രയിക്കുന്ന തിരക്കേറിയ യാത്രാ സീസണിൽ ഇൻഡിഗോയുടെ ഈ പ്രതിസന്ധി യാത്രക്കാർക്ക് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നത്.